ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇത് തയ്യാറാക്കുന്നതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. വെള്ളത്തിൽ കൂടുതൽ സമയം ഇട്ട് വെച്ചാൽ ഇത് പെട്ടെന്ന് കുതിർന്ന് പോകും. ഇതിൻ്റെ വാലും തലയുമൊക്കെ ചിലർ ഒഴിവാക്കുന്നതായി കാണാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒഴിവാക്കിയിട്ടില്ല. ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലെ വെള്ളമെല്ലാം പോയി കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചാൽ പൊട്ടുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചെമ്മീനെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-12 ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ഈ ചീനച്ചട്ടിയിൽ ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കണം. ഇത് നന്നായി മൊരിഞ്ഞാൽ മാത്രമാണ് നമ്മൾ മിക്സിയിലായാലും നമ്മൾ അമ്മിമേലായാലും ഒക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ മുളക് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മുളക് എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഒരു 2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായി വറുത്തെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. എന്നാലാണ് നമ്മുടെ ചമ്മന്തി കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. തീ ലോ ഫ്ലെയിമിൽ വെച്ച് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഉള്ളിയിലും തേങ്ങയിലും ഒക്കെ അത്യാവശ്യം വെള്ളമുള്ളതാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കുക. ചമ്മന്തിപ്പൊടിക്ക് കൂടുതൽ പുളി ആവശ്യമുള്ളവർ പുളിയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഏകദേശം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുളക്, ഉണക്കച്ചെമ്മീൻ എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ഉണക്കച്ചെമ്മീനുകളിൽ കുറേശ്ശെ ഉപ്പുണ്ടാവാറുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ഒരു വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടാറിയതിന് ശേഷം വറുത്ത് വെച്ച എല്ലാം കൂടെ ഇത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.